ഇന്നാണ് പ്രസിദ്ധമായ പെരുന്ന തൈപ്പൂയം. കച്ചവടക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മീനുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അത്യുഗ്ര ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. പുറമ്പാടി ചന്ദ്രശേഖരനാണ് പടിഞ്ഞാറ്റ് ഭാഗത്തിന് വേണ്ടി മെയിൻ തിടമ്പ് എടുക്കുന്നത്. കുന്നത്തൂർ രാമു ഗജവീരന്മാർക്കിടയിലെ ഒരു ഗജസുന്ദരിയാണ്. വാസുദേവപുരം ധന്വന്തരി ടെമ്പിൾ ഗണപതി വീരന്മാരും ഒരു ഗജറാണിയും ഫോണിലും ക്യാമറകളിലുമായിട്ട് പകർത്തുന്നുണ്ട്. നാദം കലാസമിതിയാണ്. വളരെ ഊർജത്തോടുള്ള ഒരു കൊട്ടാണ് അവർ കാഴ്ചവെക്കുന്നത്. പൊയ്ക്കാലിൽ നടക്കുന്ന വേഷങ്ങളൊക്കെ VKN കട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ് ശില്പ മാതൃകയിലുള്ള ഈ ഒരു ഗോപുരം കണ്ടില്ലേ? ഈ ഗോപുരം കാണുമ്പോൾ നിങ്ങളെല്ലാവരും കരുതും ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനടുത്തായിരിക്കും എന്ന്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഫ്രണ്ടിലാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിനരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നാണ് പ്രസിദ്ധമായ പെരുന്ന തൈപ്പൂയം ആഘോഷിക്കുന്നത്. മുഖ്യ കവാടത്തിനുള്ളിൽ കൂടി നേർരേഖയിൽ കിടക്കുന്ന ഈ വഴി ചെന്നെത്തുന്നത് അമ്പലത്തിലേക്കാണ്. എല്ലാ ഉത്സവങ്ങളിലും കാണുന്ന കാഴ്ചകളാണ് കച്ചവടക്കാർ. പതിവ് പോലെ എല്ലാ ഉത്സവങ്ങളിലെയും പോലെ ഇവിടെയും വഴിയുടെ ഇരു സൈഡുകളിലുമായി ധാരാളം കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ നന്നേ കുറവാണ്. കാവടി ഘോഷയാത്ര 2 സ്ഥലങ്ങളിൽ നിന്നായി തുടങ്ങി ഇവിടെ എത്തുമ്പോഴത്തേനും ഏകദേശം ഒരു 6 മണി സമയം കഴിഞ്ഞിരിക്കും. ആ സമയത്തായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആള് കൂടുന്ന സമയം കച്ചവടക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രത്തിൻ്റെ മുൻപിലെ റോഡിൻ്റെ ഇടതുവശത്തായി അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന തോരണം അമ്പലത്തിൻ്റെ മെയിൻ കവാടം തൊട്ട് ക്ഷേത്രം വരെയും കെട്ടിയിരിക്കുന്നുണ്ട്. മെയിൻ കവാടത്തിൽ നിന്ന് അമ്പലം വരെയും പല നിറത്തിലാണ് തോരണം കെട്ടിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കുളത്തിനരികിലായി തന്നെ പല ഫ്ലേവറിലുള്ള കുലുക്കി സർബത്തുകൾ വിൽക്കുന്ന കടയൊക്കെ ഇട്ടിട്ടുണ്ട്. കുലുക്കി സർബത്തുകൾ വിൽക്കാൻ തുടങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അമ്പലത്തിൽ വരുന്ന ആരെയും ഒന്ന് ആകർഷിക്കുന്ന ഒന്നാണ് അമ്പലക്കുളം. ഇവിടെ കുറച്ചാളുകൾ മീനുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. മീനുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. അമ്പലത്തിലേക്ക് ഇറങ്ങുവാൻ 4 സൈഡുകളിലും പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഇരിക്കുന്നുമുണ്ട്. ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി അത്യുഗ്രഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. വിഷ്ണു, മഹാദേവൻ, ഗണേശൻ, ശാസ്താവ്, നാഗത്താന്മാർ,
എന്നിവരാണ് ഇവിടുത്തെ ഉപദേവന്മാർ. മനോഹരമായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം കുടികൊള്ളുന്നത്. തൈപ്പൂയ ദിവസം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര കടന്നു വരുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നുമാണ്. ഒന്നാണ് പടിഞ്ഞാറ്റും ഭാഗവും ഒന്ന് കിഴക്കൻ ഭാഗവും. ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഘോഷയാത്ര അമ്പലത്തിലേക്ക് കടന്നു വരുന്നത്. പെരുന്ന ദേശത്തിൻ്റെ ഗജറാണിയായ പെരുന്ന ശ്രീവള്ളി ആണ് ഇപ്പോൾ ഉത്സവത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആനക്കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. പടിഞ്ഞാറ്റും ഭാഗം ആനകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിടമ്പെടുക്കുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് പടിഞ്ഞാറ്റും ഭാഗത്തിന് വേണ്ടി മെയിൻ തിടമ്പെടുക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇപ്പോഴത്തെ നായകനാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. 10 അടിയിൽ കൂടുതലുള്ള ഇവൻ തിരുവമ്പാടി വിഭാഗത്തിലെ ഇപ്പോഴുള്ള ആനകളിൽ ഏറ്റവും ഉയരം കൂടിയ ആനയാണ്. വാസുദേവപുരം ധന്വന്തരി ക്ഷേത്രമാണ് പടിഞ്ഞാറ്റും ഭാഗത്തിൻ്റെ മുഖ്യ തട്ടകം. ക്ഷേത്ര പരിസരം വാഹനങ്ങൾ കൊണ്ടും മറ്റ് ഉത്സവത്തിലെ പ്രധാന ആകർഷണങ്ങളായ കാവടികൾ, മറ്റ് രൂപങ്ങൾ എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ആനകൾ കണിയാനുള്ള ചമയങ്ങളാണ് ഡെസ്കിലും മറ്റുമായിട്ട് വച്ചിരിക്കുന്നതെല്ലാം. പടിഞ്ഞാറ്റും ഭാഗത്തിനു വേണ്ടി ഈ കൊല്ലം അണിനിരക്കുന്ന മറ്റൊരു ഗജവീരനാണ് ഇത്, കുന്നത്തൂർ രാമു. എവിടെ ഉത്സവങ്ങൾക്ക് ചെന്നാലും ആനകളെ കാണാൻ ഒരു കൂട്ടം തന്നെ കാണും. ഒരു സൈഡിലായി ദൈവങ്ങളുടെ വലിയ രൂപക്കാഴ്ചകളൊക്കെ വെച്ചിട്ടുണ്ട്. ഭദ്രകാളി ദേവിയുടെ രൂപം, ഒരു വശത്ത് മയിലിൻ്റെ വേഷം ഇടുന്നവർ അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്, ഒരുക്കങ്ങളിലാണ്. ഗജവീരന്മാർക്കിടയിലെ ഒരു ഗജസുന്ദരിയാണ്. ഇന്നത്തെ ഉത്സവത്തിന് തൻ്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ അവളും തയ്യാറെടുത്തിരിക്കുകയാണ്. വാസുദേവപുരം ധന്വന്തരി ടെമ്പിൾ, ഗണപതി രൂപം. മേളക്കാർ അവരുടെ കൊട്ട് ആരംഭിച്ചിരിക്കുന്നു. ഇനി ഉത്സവം കഴിയുന്നിടം വരെ ഈ കൊട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. മറുവശത്ത് ഘോഷയാത്രയ്ക്കുള്ള ആനകളും തയ്യാറെടുക്കുകയാണ്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, മധുരപ്പുറം കണ്ണൻ. 5 ആനകളാണ് പടിഞ്ഞാറ്റും ഭാഗത്തിന് വേണ്ടി ഇന്ന് അണിനിരക്കുന്നത്. 4 ഗജവീരന്മാരും 1 ഗജറാണിയും. ആദ്യം ഒന്ന് നിരന്ന് നിന്ന് എല്ലാവർക്കും ഒരു പോസ് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ കുന്നത്തൂർ രാമുവും കൂടി ചേർന്നു. ഒരുപാട് ആനപ്രേമികൾ പല ആംഗിളുകളിൽ അവരവരുടെ ആനകളുടെ ഫോട്ടോകൾ ഫോണിൽ പകർത്തുന്നുണ്ട്, ഫോണിലും ക്യാമറകളിലുമായിട്ട് പകർത്തുന്നുണ്ട്.
ഇനി അടുത്ത ഘട്ടം ചമയങ്ങൾ അണിയുക എന്നതാണ്. ആനകൾക്ക് പൊതുവെ ചമയങ്ങൾ അണിയാതെ തന്നെ ഒരു ഭംഗിയുണ്ട്. ചമയങ്ങൾ കൂടി അണിഞ്ഞു കഴിയുമ്പോൾ ആനകളുടെ ഭംഗി കൂടുതൽ കൂടുകയാണ്. അല്പം ലേറ്റായാണ് ഒരു ഗജവീരൻ്റെ വരവ്. മറ്റുള്ളവരെല്ലാം അപ്പോഴേക്കും ചമയങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞിരുന്നു. ഉഷശ്രീ ശങ്കരൻകുട്ടിയാണ് അവസാനമായി വന്നു ചേർന്ന ഗജവീരൻ. പലതരത്തിലുള്ള കാവടികളൊക്കെ വാഹനങ്ങളിൽ നിന്നും ഇറക്കി ക്ഷേത്ര പരിസരത്ത് പല സ്ഥലങ്ങളിലായി വച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. കുറച്ച് പേർ വിശ്രമത്തിലാണ്. അടുത്തതായി ശിങ്കാരി മേളക്കാർ അവരുടെ കൊട്ടിന് തയ്യാറെടുക്കുകയാണ്. നാദം കലാസമിതിയാണ്. വളരെ ഊർജത്തോടുള്ള ഒരു കൊട്ടാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കിഴക്കും ഭാഗത്തിൻ്റെ തട്ടകത്തിലാണ്. പടിഞ്ഞാറ്റും ഭാഗം തയ്യാറെടുക്കുന്ന അതേ സമയം തന്നെ കിഴക്കും ഭാഗവും ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പൊയ്ക്കാലിൽ നടക്കുന്ന വേഷങ്ങളൊക്കെ അവരുടെ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഉണ്ട്. തൈപ്പൂയത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആയതിനാൽ തന്നെ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇതോടുകൂടി പെരുന്ന തൈപ്പൂയത്തിൻ്റെ 1ാം പാർട്ട് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി വരുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്നത് സെലക്ട് ചെയ്യുക.
തൈപ്പൂയത്തിൻ്റെ രണ്ടാം പാട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.